പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ NXT വീക്കിലി എപ്പിസോഡിൽ മുൻ WWE താരം ആയിരുന്ന ഫാൻഡാങ്കോയുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചു. ഫാൻഡാങ്കോയുടെ ഈ ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തെ ഫാൻഡാങ്കോ എന്ന ക്യാരക്ടറിലൂടെയല്ല കൊണ്ടുവന്നിരിക്കുന്നത്. തീം മ്യൂസിക്കൊക്കെ ഫാൻഡാങ്കോയുടെ ആയിരുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ TNA റെസ്ലിംഗിൻ്റെ ഭാഗമായി JDC എന്ന റിംഗ് നെയിമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ TNA റെസ്ലിംഗിലെ JDC എന്ന ഒരു റിംഗ് നെയിമിലൂടെയും ആ ക്യാരക്ടറും കാണിച്ചിട്ടാണ് അവർ NXTയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിലവിലെ ഹെറിറ്റേജ് കപ്പ് ചാമ്പ്യനായിട്ടുള്ള ലെക്സിസ് കിങ്ങിനെതിരെ JDC ഹെറിറ്റേജ് കപ്പിന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം അത് അടുത്ത ആഴ്ചത്തെ NXT വീക്കിലി എപ്പിസോഡിലേക്കും ഈ സെഗ്മെൻറ്റിന് ശേഷം കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അടുത്ത ജോൺ സിന ജെ ഊസോ ആയിരിക്കുമെന്നുള്ളത് മുൻ WWE താരം ആയിരുന്ന ബോബി ഫിഷ് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു. അതായത് ജോൺസിനൊക്കെ ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് ആ സമാനമായ രീതിയിലുള്ള സപ്പോർട്ടാണ് നിലവിൽ ജെ ഊസോയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സീന ആയിട്ട് അടുത്ത സൂപ്പർ ഫേസ് ആയിട്ട് WWE നിസ്സംശയം പുഷ് ചെയ്യാൻ പോകുന്നത് ജെ ഊസോയെ ആയിരിക്കുമെന്നാണ് ബോബി ഫിഷ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഈ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ എന്താണ് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജോൺസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അവസാനം ജെ ഊസോ മെൻസ് റോയൽ റംബിൾ 2025 വിജയിക്കുന്നത്. അപ്പോൾ ബോബി ഫിഷ് പറഞ്ഞ ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജോൺസിനെ പോലെ ജെ ഊസോയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? ജോൺസിനെ പോലെ ലോകമെമ്പാടും ജെ ഊസോയ്ക്ക് ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അമേരിക്കയ്ക്ക് പുറത്ത് ജോൺസിനെ ഉണ്ടാക്കിയ ഒരു ഓളം ജെ ഊസോയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് WWE ഇന്ത്യയിൽ TVയിൽ ടെലികാസ്റ്റ് നിർത്താൻ പോകുന്നു. ഇന്നലെ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച ഒരു അപ്ഡേറ്റ് ആണ്. ഇന്ത്യയിൽ ഏപ്രിൽ മുതൽ നെറ്റ്ഫ്ലിക്സിലായിരിക്കും WWE ഷോസ് നമുക്ക് കാണാൻ സാധിക്കുക. റോ, സ്മാക്ഡൗൺ, NXT പ്രീമിയം ലൈവ് ഇവൻറ്റ്സ്, പിന്നീട് വരുന്ന TV സ്പെഷ്യൽ എപ്പിസോഡ്സ് ആയാലും WWE റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. വർഷങ്ങൾക്ക് മുൻപ് 10 സ്പോർട്സിലൂടെയും പിന്നീട് സോണി 10 സ്പോർട്സ് ഏറ്റെടുത്തതിന് ശേഷം സോണി 10 ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്ന നമ്മുടെ കുട്ടിക്കാലവും ഇപ്പോഴത്തെ സമയത്തെയും ഏറ്റവും മനോഹരമാക്കി തന്ന WWE ഇനി TVയിൽ ടെലികാസ്റ്റിംഗ് നടത്തുന്നില്ല. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുമ്പോൾ അത് നെറ്റ്ഫ്ലിക്സിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളുള്ള ഒരു കാര്യമാണ്. കാരണം TVയിൽ ലൈവായിട്ട് ഫ്രീ ആയിട്ട് കണ്ടിരുന്ന ആരാധകർ എങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് കാണും എന്നുള്ളത്, അത് എത്രത്തോളം ഇന്ത്യൻ ആരാധകർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. അത്രയും ഡൈ ഹാർഡ് ഫാൻസ് ആയിരിക്കും ഒറ്റയടിക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്ത് വീക്ക്ലി എപ്പിസോഡ്സ് കൃത്യമായി ഫോളോ ചെയ്യുകയുള്ളൂ. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ഒരു മേജർ മത്സരത്തിന് അനുസരിച്ച് മാത്രമേ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധ്യതയുള്ളൂ. നെറ്റ്ഫ്ലിക്സിലേക്ക് മാറാനുള്ള ഈ ഒരു തീരുമാനം വന്നത് അമേരിക്കയിൽ നെറ്റ്ഫ്ലിക്സുമായിട്ടുണ്ടാക്കിയ കരാറായിരുന്നു. അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒഴിച്ച് ബാക്കിയെല്ലാ മിക്ക രാജ്യങ്ങളിലും WWEന് നല്ല കാഴ്ചക്കാരുള്ള മിക്ക രാജ്യങ്ങളിലും നെറ്റ്ഫ്ലിക്സിലേക്ക് അവരുടെ ഷോസ് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ സോണി ചാനലുമായി അല്ലെങ്കിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കുമായിട്ടുള്ള ആ ഒരു ഡീല് മാർച്ച് വരെ ഉള്ളതുകൊണ്ടാണ് ഇതുവരെ സോണിയിൽ തന്നെ അവർ ഷോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ WWE അവർ സ്ട്രീം ചെയ്ത് തുടങ്ങും എന്നുള്ളതും ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത്. മുൻപ് പുറത്തേക്ക് വന്ന വാർത്തകൾ ശരിയാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വലിയൊരു യുഗം, നമ്മളൊക്കെ വലിയൊരു മനോഹരമായിട്ടുള്ള കുറേയധികം മൊമെൻറ്റ്സ് അത് TVയിലൂടെ കണ്ട് ഇപ്പോഴും നമ്മുടെ ഓരോ ഷോസും കാണുമ്പോഴും നമുക്ക് പഴയ ഒരു നൊസ്റ്റാൾജിയ ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. അതൊക്കെ ഇനി ഇല്ലാതാകാൻ പോകുകയാണ് എന്നാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് WWE റസൽമീനിയ 41 പ്ലാൻ ചെയ്യുന്ന ബിഗ് മാച്ചിനെ സംബന്ധിച്ചാണ്. ഓൾറെഡി ഈ ഒരു വാർത്ത നിങ്ങളിൽ പല കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകും. 2 ദിവസം മുൻപേ പുറത്തേക്ക് വന്ന വാർത്തയായിരുന്നു. ഇതിന് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. PW ഇൻസൈഡർ ഈ മത്സരമാണ് നിലവിലെ റസൽമീനിയ 41 ബിഗ് മാച്ചായിട്ട് WWE ബിൽഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നുണ്ട്. മത്സരം മറ്റൊന്നുമല്ല, നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനിലും കണ്ടതുപോലെ തന്നെ CM പങ്ക് വേഴ്സസ് റോമൻ റീൻസ് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് മത്സരം തന്നെയാണ് റസൽമീനിയ 41 ഒരു ബിഗ് പ്ലാൻ പോലെ WWE നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ മാച്ചിന് വേണ്ടിയിട്ടുള്ള ബിൽഡപ്പാണ് നിലവിൽ റോയിലും സ്മാക്ഡൗണിലും ഇനി അവർ നടത്താൻ പോകുന്നത്. ഈ ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരിക്കും റസൽമീനിയ 41 നടക്കാൻ പോകുന്നത് എന്നുള്ളത്
PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വലിയ പ്രശ്നങ്ങൾ ബാക്ക് സ്റ്റേജിൽ വന്നാൽ മാത്രമേ ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്ലാൻ പ്രകാരം ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരിക്കും റസൽമേനിയ 41 നടക്കാൻ പോകുന്നത്. ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ആര് വിജയിക്കും, ആരെ വിജയിപ്പിക്കണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.